പത്തനംതിട്ട റാന്നിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശക്തമായിട്ടുള്ള മഴയിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടിയതാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇവിടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളും സ്ഥാപനങ്ങളും എല്ലാം വെള്ളത്തിനടിയിലായിരിക്കുവാണ്. അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ചില വീടുകളിൽ കുടുങ്ങിപ്പോയവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനയുടെയൊക്കെ സഹായം തേടിയിട്ടുണ്ട്. അതുപോലെ കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ളവർ ദുരന്ത നിവാരണ സേനയും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെയൊക്കെ സഹായം തേടിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു ഇനിയും മഴ തുടരുകയാണെങ്കിൽ ഇനി കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമാവുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ മനസ്സിലാക്കുക. എന്തായാലും മഴ പെയ്യാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. ഇത് കിഴക്കൻ മേഖലയിലെവിടെ ഉരുൾപൊട്ടിയതിൻ്റെ കാരണത്താലാണ് ഇത്തരത്തിലുള്ള ഒരു വെള്ളപ്പൊക്കം. മിക്ക സ്ഥാപനങ്ങളും താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളും സ്ഥാപനങ്ങളും എല്ലാം വെള്ളത്തിനടിയിലായിരിക്കുവാണ്. ഇട്ടിയപ്പാറ, റാന്നി, പിന്നെ അതുപോലെ ഇത് മാമുക്കിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ. റോഡിൽ ഗതാഗതമൊക്കെ ഇന്നലെ രാത്രിയിൽ തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് ഇരുകരകളിലും ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടും. അതുപോലെ തന്നെ ചില വീടുകളിൽ പ്രായമുള്ളവരും അതുപോലെ രോഗബാധിതരായി കിടക്കുന്നവരും കൊച്ചു കുട്ടികളടക്കമുള്ളവർ കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ താണ്ട് റാന്നി MLA ഒക്കെ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പഴകുളം മധു ഉൾപ്പെടെയുള്ള MLAയും മറ്റ് ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. അതുപോലെ പോലീസിൻ്റെയും പിന്നെ ഫയർഫോഴ്സിൻ്റെയും ദുരന്ത നിവാരണ സേനയുടെയൊക്കെ സഹായം തേടിയിട്ടുണ്ട്. അതുപോലെ അവരുടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഓരോ വീടുകളിൽ കുടുങ്ങിയവരെയൊക്കെ പോയി ഈ മറുകര എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ബോട്ട് ഉപയോഗിച്ച് ശ്രമം തുടരുകയാണ്. ഇനിയും മഴ തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടെന്നുള്ള ആ ഒരു ആശ്വാസമാണ് എല്ലാവരിലും ഉള്ളത്. മിക്ക വീടുകളും സ്ഥാപനങ്ങളും എല്ലാം വെള്ളത്തിനടി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഓണം മുന്നിൽ കണ്ട് കൃഷി ചെയ്ത കർഷകർക്കാണ് ഏറ്റവും കണ്ണീര് ആയിട്ടുള്ളത്. അതുപോലെ പല വീടുകളും സ്ഥാപനങ്ങളും എല്ലാം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. റാന്നി, മാമുക്ക്, ഇട്ടിയപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് അതിരൂക്ഷമായിട്ടുള്ള ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രശ്നം സങ്കീർണമായിട്ടുള്ളത്. നമ്മൾ റാന്നിയിലെ ദൃശ്യങ്ങൾ പലയിടത്തെയും ഈ വെള്ളപ്പൊക്കത്തിലുണ്ടായ ദുരിത കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിപ്പോൾ റാന്നിയിലെ തന്നെ പമ്പയാറ്റിൽ നിന്നുള്ള ആ ഒരു ശക്തമായിട്ടുള്ള കുത്തൊഴുക്കാണ് കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ മാമൂട്, ഇട്ടിയപ്പാറ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് പേരെ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നാശനഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മിക്ക ഇരുനില വീടുകളുടെയൊക്കെ അടിയിലത്തെ നില പൂർണ്ണമായിട്ട് സാധന സാമഗ്രികളൊക്കെ നശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ നിലയിൽ കയറി അഭയം പ്രാപിക്കുമായിരുന്നു. ഉരുൾപൊട്ടൽ ഉണ്ടായതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ശബരിമല ഭാഗത്ത് പമ്പ നദിയുടെ സമീപത്ത് എവിടെയോ കിഴക്കൻ മേഖലയിൽ എവിടെയോ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ 2018 ശേഷം ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം കാണുന്നത്. റാന്നി നിവാസികളായാലും പത്തനംതിട്ട ജില്ലക്കാരായാലും ഇതിനെ തുടർന്ന് ഇന്നത്തെ ആറന്മുള സദ്യ ഉൾപ്പെടെ ഉള്ള ചടങ്ങുകളാക്കി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിയോടങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും നാളുകളിലൊക്കെ ആയിട്ട്. അതിന് വിലക്കെന്ന് പറയുമ്പോൾ അത് അപകടകരമായിട്ടല്ലാത്ത രീതിയിൽ ഇറക്കാനുള്ള അനുമതി നാളെയോടുകൂടി ഉണ്ടാകും. അതുപോലെ നിറപത്തിരി നാളെ നടക്കുന്നുണ്ട് ശബരിമലയിൽ. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്, ഇപ്പോൾ മുൻപ് ദൃശ്യങ്ങൾ കണ്ടല്ലോ, പല വീടുകളും മുങ്ങി, വീടുകളിലെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ രോഗികളായിട്ടുള്ളവരുണ്ടായിരുന്നു. ഒപ്പം വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളൊക്കെ ഉള്ളവരൊക്കെ ഏറെ ദുഃഖിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നൊരു കാഴ്ചയാണ്. അവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിനായിട്ട് ഫയർഫോഴ്സും പോലീസിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ഒക്കെ ഒരു ഇടപെടൽ. അതുപോലെ തന്നെ സ്ഥലം MLA പഴകുളം മധു, മറ്റ് ജനപ്രതിനിധികളടക്കമുള്ള അല്പസമയത്തിനകം മന്ത്രിമാരാരൊക്കെ എത്തുന്നു അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇനിയും മഴ തുടർന്നാൽ സ്ഥിതിഗതികൾ വീണ്ടും വഷളാവും. എന്നാൽ ഇപ്പോൾ വെള്ളത്തിന് അല്പം ശമനം, വെള്ളം ഇറങ്ങുന്നുണ്ടെന്ന ഉള്ളൊരു ആശ്വാസ വാക്കുകൂടി കിട്ടുന്നുണ്ട്. ആശ്വാസം കൂടി എല്ലാവരിലും ഉണ്ട്. എന്തായാലും വലിയൊരു പ്രകൃതിക്ഷോഭത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. 2018 ശേഷം ഉണ്ടായ ആ പ്രകൃതിക്ഷോഭത്തിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം
ഇവിടെ റാന്നിയിൽ ഉണ്ടായിരിക്കുകയാണ്. രാവിലെ 5 മണിയോട് കൂടിയാണ് വീട്ടുകാർ ഉണർന്നപ്പോഴാണ് വീട്ടുമുറ്റത്ത് വെള്ളം കയറിയ നിലയൊക്കെ 500ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പമ്പയാർ പോകുന്ന മിക്ക സ്ഥലങ്ങളിലുള്ള സമീപത്ത് ഉള്ളവർക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അപകട സൂചന നൽകിയിട്ടുണ്ട്. എന്നാൽ ആ സമീപത്തുള്ള നിരവധി വീടുകൾക്കും സ്ഥാപനങ്ങൾക്കൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലുപരി ഓണം മുന്നിൽ കണ്ട് കൃഷി ഇറക്കിയ കർഷകർക്ക്, വാഴക്കൃഷി മറ്റ് കൃഷികൾ ഇറക്കിയ കർഷകർക്ക് വളരെ ദുരിതം വിതച്ച ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറെ ദയനീയമായിട്ടുള്ള കാഴ്ച കാണാൻ. ഇതിൻ്റെയൊക്കെ നഷ്ടപരിഹാരം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനിപ്പോൾ എന്ന് കിട്ടുമെന്നുള്ളൊരു ആശങ്കയിലാണ്. നഷ്ടപരിഹാരം നൽകുമെന്ന് MLA അടക്കമുള്ളവർ അറിയിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ എന്നത്തേക്ക് കൈകളിൽ എത്തുമെന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട്. എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ക്യാമറമാൻ സുനിൽ പുനല്ലൂരിനൊപ്പം സുബി ചേകം, റാന്നി ബ്യൂറോ. പ്രിന്റിംഗ് പ്രസ്സാണ്. അതിനായിട്ട് ഓണത്തിൻ്റെത് വലിയ ഇതില്ലായിരുന്നു. പക്ഷെ പറഞ്ഞില്ല, കമ്പ്യൂട്ടർ റൂം, ഓഫീസ്, എൻ്റെ ക്യാബിൻ, അങ്ങനെയെല്ലാം പറഞ്ഞില്ല. 2018 അപേക്ഷിച്ച് നോക്കിയാൽ നഷ്ടം കുറവാണ്. അത്രയും പറയാനുള്ളൂ. വെള്ളം നല്ലപോലെ ഇറങ്ങുന്നു, നല്ലപോലെ വെള്ളം ഇറങ്ങിയാണ്. പക്ഷേ ടൗണിൽ പറഞ്ഞല്ലോ ഒരു തരത്തിൽ പറ്റാത്ത പോലെ കഷ്ടം. ഇന്നലെ രാത്രിയും പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാരുടെ സാധനങ്ങൾ, ഇന്നലെ കടകൾക്കുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നഷ്ടത്തിലായിരിക്കുകയാണ്. ഓണത്തിന് വേണ്ടിയിട്ട് കരുതിയ ഒരുപാട് ടൗണിലുള്ള കടക്കാർക്ക് മൊത്തം നഷ്ടമാണ്. റാന്നി ടൗണിൽ ഓണം പ്രതീക്ഷിച്ച് ഇന്നലെ രാത്രിയിൽ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഒരു ലേറ്റ് ആയിട്ട് പോലും ലോഡ് വന്ന് കണക്കിന് സാധനം കൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആർക്കൊന്നും പെട്ടി പോലും പൊട്ടിക്കുന്നതിന് മുമ്പേ അത് മുഴുവൻ നഷ്ടത്തിലേക്കാണ് പോയിരിക്കുന്നത്. ടൗണിൽ അതിഭയങ്കര നഷ്ടമാണ് കടകൾക്കെല്ലാം. ജുവലറികൾ, ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, അങ്ങനത്തെ ഓണത്തിന് വേണ്ടി കരുതുന്ന എല്ലാ കടകൾക്കും, ടോയ് ഷോപ്പുകൾ, ഇതിനെല്ലാം ഭയങ്കരമായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടുകളിലും ഒരുപാട് ടൗണിലധികം വീടുകൾ ഉള്ളതിനെ കുറിച്ചുള്ള വിവരം എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ വ്യാപാര സ്ഥാപനങ്ങളിൽ ഭയങ്കര നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട റാന്നിയിൽ നിന്നുള്ള